ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ടൂറ് പോവാണ് ഗൈസ്. അപ്പോൾ കോഴിക്കോടുള്ള ഫോഗി മൗണ്ടെയിനിലാണ് നമ്മളിപ്പോൾ പോണേ. അപ്പോൾ അവിടെ വാട്ടർ പാർക്കൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി എക്സൈറ്റഡ് ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് പോവാം. ഈ വീടിടാൻ വേണ്ടി ഇത്തിരി വൈകി പോയിട്ടോ. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ സൂംബ ക്ലാസ്സിനാണ് നമ്മൾ ഈ ട്രിപ്പ് പോണത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു 6 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടു, എല്ലാവരും നല്ല ത്രില്ലിലായിരുന്നു. ഞാൻ 4 മണിക്കായപ്പോഴും എണീറ്റിട്ടുണ്ടായിരുന്നു ഈ ട്രിപ്പിന് പോകാൻ വേണ്ടി. ഫസ്റ്റൊക്കെ ഞാൻ ഇൻട്രോവേർട്ടിൻ്റെ പോലെ ആരോടും മിണ്ടാണ്ടാണ് ഞാൻ ഇരുന്നത്. പിന്നെ ട്രിപ്പൊക്കെ കഴിയാറായപ്പോഴാണ് പിന്നെങ്കിലും ഒന്ന് ഞാൻ മിണ്ടി തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഈ ട്രിപ്പ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ല, എനിക്ക് വിചാരിച്ചതിനെക്കാട്ടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കോഴിക്കോടായിരുന്നു ഈ സ്ഥലം വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഈ ട്രാവലറിലുള്ള സമയം ഭയങ്കര നല്ല അടിപൊളിയായിട്ടുള്ള ടൈമായിരുന്നു. ഞാൻ ടൈം പോയതേ അറിഞ്ഞില്ല സത്യം പറയുകയാണെങ്കിൽ. ഡാൻസും പാട്ടും പിന്നെ ഓണറിൻ്റെ ഓരോരോ കോമഡികളും പിന്നെ സോണിയ ടീച്ചർ ഭയങ്കര എനർജിക്കായിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എവിടെയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നു. ഉറങ്ങാത്ത സമയങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ ഇരുന്ന് ഇൻട്രോവേർട്ടായിട്ട് അവിടെ ഒരു ഭാഗത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന എല്ലാവരും അമ്മേൻ്റെ സൂംബ ക്ലാസ്സിലത്തെ ഫ്രണ്ട്സാണ്. അമ്മ അന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും നല്ല ചില്ലായിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ വീഡിയോ കാണുമ്പോഴാണ് മനസ്സിലാവണം ഞാൻ ഇതൊക്കെ മിസ് ചെയ്തു എന്ന്. ഇത് കാണുമ്പോഴാണ് മനസ്സിലാവണം ഞങ്ങൾ കുട്ടികളെല്ലാവരും കിടന്ന് ഉറങ്ങിയായിരുന്നു എന്ന്. ഇപ്പം എല്ലാവരും ഒരേ വൈബിലുള്ള ആൾക്കാരായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഗൈസ്, എല്ലാവർക്കും നല്ല എനർജി ആയിരുന്നു. വെക്കേഷനായിട്ട് ഞാൻ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അമ്മേൻ്റെ സൂംബ ക്ലാസ്സിന് ടൂറ് പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാനും കൂടി അമ്മേൻ്റെ ഒപ്പം പോയത്. വണ്ടിയിലുള്ള എല്ലാവരുടെയും ഓരോരോ കഴിവുകളൊക്കെ ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ചിലവർ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു, ചിലവർ പാട്ട് പാടുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ആ ഒരു ദിവസം എല്ലാവരുടെയും ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ദിവസമായിരുന്നു. ആ സമയമായപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര വിഷ്ണു. എൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അതിനും വിശപ്പായിരുന്നു എനിക്ക്. എൻ്റെ മുഖം കണ്ടു തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ ഫുഡൊന്നും അത്ര കാര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ആകെ കൂടി അവിടെ ഒരു കടായി ചിക്കൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഡിനുമോൾ ആൻറ്റി, അമ്മേൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോഗി മൗണ്ടെയിനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ സാധനങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ കണ്ടു. നല്ല പേടിയുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അന്നത്തെ ക്ലൈമറ്റ് എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു മഴ പിടിച്ചൊരു അന്തരീക്ഷമായിരുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു നെറ്റിൽ ഇങ്ങനെ വാക്ക് ചെയ്യണ ഒരു സ്ഥലത്താണ് ഞാൻ പോയത്. പിന്നെ ഈ സിപ്പ് ലൈനിൽ സോണിയ മിസ്സും പിന്നെ രേഷ്മാൻ്റി പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതിലൊക്കെ പോകാൻ വേണ്ടി. ഞാൻ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനെക്കാട്ടും വലിയ ഹൈറ്റിലുള്ള സിപ്പ് ലൈനായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ ഇത് കാണിക്കുന്നതാണ് ജയൻറ്റ് സ്വിങ്. അത് ഭയങ്കര ഡിസ്റ്റൻസിൽ പൊക്കിയിട്ട് നമ്മളെ വിടുന്നതാണ്. അവർ ഫസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും ഓളിടും. അത് കാണുമ്പോൾ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷനാണ്. പക്ഷെ ഞാനൊന്നും പോയില്ല, അറിയാലോ, എനിക്ക് നല്ല പേടിയായിരുന്നു. അവിടുത്തെ മിസ്സിൻ്റെ മോളും പിന്നെ നന്ദിനി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ടീച്ചർ സൈക്കിളൊക്കെ ഓടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സൈക്കിൾ ഓടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതും ചെയ്തില്ല ഗൈസ്. എന്നെക്കാട്ടിയും വലിയ പേടിത്തൊണ്ടിയായിരുന്നു എൻ്റെ അമ്മ. എൻ്റെ അമ്മ ഇങ്ങനെ പ്രകൃതി ഇങ്ങനെ നിരീക്ഷിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഉച്ചയായിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഒരു ഹോട്ടൽ പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പക്ഷെ അവിടുത്തെ ഒരു സിസ്റ്റമൊക്കെ ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, ഇങ്ങനെ എന്തോ പോലത്തെ ഒരു സിസ്റ്റമായിരുന്നു. പിന്നെ ഇപ്പോൾ കാണുന്നത് ഗോസ്റ്റ് ഹൗസാണ്. ഞാൻ ഭയങ്കര പേടിച്ചിട്ടാണ് പോയത്. 2-3 വട്ടമൊക്കെ പോയിട്ട് വീണ്ടും പേടിച്ചിട്ട് വന്നു. പിന്നെ ധൈര്യം വന്നപ്പോൾ വീണ്ടും പോയതാണ്. പിന്നെ അത് കണ്ടത് 3D മൂവി ആയിരുന്നു. അത് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു.
അങ്ങനെ റൈഡ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂളിലാണ് പോയത്. അവിടെ നിന്ന് പിന്നെ പൂമ്പിളാണ് ഇറങ്ങിയത് ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. അവിടെ വേവ്സും അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഫോണിൽ ചാർജ് ചെയ്യാത്തതുകൊണ്ട്. കണ്ടോ, വൈകുന്നേരം ആയപ്പോഴേക്കും അവിടെ നിറച്ച് ഫോഗായിരുന്നു. അപ്പോഴാണ് ശരിക്കും അതൊരു ഫോഗി മൗണ്ടെയിൻ ആയത്. നൈറ്റിൽ അവിടുത്തെ റൈഡൊക്കെ പോകണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഫോഗാണ് ഇവിടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ ടൂറൊക്കെ കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഫോഗി മൗണ്ടെയിനിൽ ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ 4:30ക്കാണ് എണീറ്റത്. നല്ല ഉറക്കം ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഇതിൽ ഞാൻ ബസ്സിലൊക്കെ കയറി ഇറങ്ങി. പിന്നെ ലാസ്റ്റ് നമ്മൾ ഫോഗി മൗണ്ടെയിനിലൊക്കെ എത്തി. നമ്മൾ ഇത്തിരി ഗെയിംസ് അല്ല, ലൈക്ക് ലാൻഡ് ഗെയിംസൊക്കെ കളിച്ചു. ലാൻഡ് ഗെയിംസ് കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വാട്ടർ ഗെയിംസ് പറഞ്ഞാൽ ആ കൂടി ഒരു പൂളുണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചു അത് അത്ര വലിയ സംഭവമൊന്നുമല്ലാന്ന്. പക്ഷേ കയറിയപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ കുറേ നേരം അവിടെ നിന്നു. ഏകദേശം ഒരു 4-5 മണിക്കൂർ ഇരുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഡ്രസ്സ് മാറി ഒന്ന് ഷവർ ചെയ്ത് ഡ്രസ്സ് മാറി ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇതാണ് ക്യാമറമാൻ, എഡിറ്റർ, അമ്മ. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഫ്രണ്ട്സ്. ഹായ് പറയൂ. ഗൈസ് അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ.